ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു മന്തി ഉണ്ടാക്കിയാലോ എന്നൊരു തോന്നൽ വന്നത്. അങ്ങനെ നമ്മളെപ്പോഴും കടയിൽ നിന്ന് വാങ്ങണ മന്തിയല്ലേ കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കിന്ന് വീട്ടിൽ തന്നെ ഒരു മന്തി ഉണ്ടാക്കിയാലോ എന്ന് കരുതി. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ടുകളെല്ലാം എടുത്തു വച്ചു. അതിന് വേണ്ടിയിട്ട് കറുകപ്പട്ട, നല്ല ജീരകം, പെരുംജീരകം, കുറച്ച് കുരുമുളക്, ഒരു കുഞ്ഞ് ബേ ലീഫ്, പിന്നെ ഏലക്ക, ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചത്. അതിനുശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ബസ്മതി റൈസ്, സെല്ല റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ചൊരു അരമണിക്കൂറോളം നമുക്ക് കുതിർത്താനിടാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരുന്ന മസാലക്കൂട്ടുകളെല്ലാം കൂടി നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതെല്ലാം പതിയെ തണുത്ത് വരുന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് നമുക്ക് നന്നായിട്ട് അരച്ച് മസാല തയ്യാറാക്കാം. ഈ മസാലയെല്ലാം ഈ ചിക്കനിൽ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഈ ചിക്കനിൽ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ നമുക്ക് രണ്ട് വശം നന്നായിട്ട് ഇതുപോലെ കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് മസാല ഇതിലോട്ട് തിരുമാം. ഈ മസാല ഇട്ടതിന് ശേഷം അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ജീരകം, പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് മാഗി ക്യൂബ്, ഒരു മാഗി ക്യൂബിൻ്റെ അകത്ത് 2 ക്യൂബ്സ് ഉണ്ടാവും. അതും ഇതിലോട്ട് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് വയ്ക്കണം. ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിലോട്ട് കുറച്ച് ജീരകം, കുറച്ച് കറുകപ്പട്ട, കുറച്ച് ഏലക്ക, ഇത്രയും ഇട്ട് നമുക്ക് അതിന് വേണ്ട പാകത്തിനുള്ള ഉപ്പും ചേർത്ത് എടുത്ത് വയ്ക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ടിട്ട് അതൊരു 3/4 വേവാകുമ്പോഴത്തേക്കും നമുക്ക് വാങ്ങി വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇതിനിടയ്ക്ക് നമുക്കൊരു മയോനൈസും കൂടെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലോട്ട് ഞാനൊരു 2 മുട്ടയുടെ മുട്ട മൊത്തത്തിൽ ഞാൻ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് നമുക്ക് മയോനൈസ് എങ്ങനെ റെഡിയാക്കണമെന്ന് നോക്കാം. ഇതിലോട്ട് കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ചെറിയ വെളുത്തുള്ളിയുടെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് മിക്സിയിൽ വെച്ചിട്ട് നമുക്ക് പതിയെ നമുക്ക് അരച്ചെടുക്കാം. അതിനുശേഷം കുറച്ചായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. കുറച്ച് അല്പമായിട്ട് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് പിന്നെയും തുറന്നിട്ട് കുറച്ച് ഒഴിച്ച് അങ്ങനെയാണ് നമുക്ക് മയോണൈസ് നമുക്ക് നല്ല കട്ടിയായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞു. അപ്പം നമുക്കത് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ചേർത്ത് നമുക്ക് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാനിടാം. ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് നമുക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അത് നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ. അതിനുശേഷം തിരിച്ചും മറിച്ച് വിട്ട് 2 ഭാഗവും നന്നായിട്ട് വേവിച്ചെടുക്കുക. നല്ല ഫ്രൈ ആവുന്നവരെ വേവിച്ചെടുത്ത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് വിതറി കൊടുക്കാം. അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും കിട്ടും. അതിനുശേഷം ഈ ചിക്കനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ട് നികത്തി വെച്ചതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഒരു 5-6 പച്ചമുളക് ഇട്ടോട് കൂടിയിട്ട് നമുക്കിങ്ങനെ കുത്തി കൊടുക്കാം. അതിന് മുമ്പ് നമ്മൾ കുറച്ചൊരു റൈസിനൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളത്തിൽ പതിയെ മിക്സ് ചെയ്തിട്ട് അത് ഞാൻ ഇതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റൈസ് നമുക്ക് കുറച്ച് യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കിട്ടും. അതിനുശേഷം ഒരു 5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ചെറിയ തീയിലിട്ട് ഒന്നുകൂടെ വേവിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ചും കൂടെ നെയ്യെല്ലാം
വിതറി കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊരു വേറൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം നമുക്ക് മേളിൽ കിട്ടും. എന്നിട്ട് ആ ചിക്കൻ മാറ്റി വെച്ചിട്ട് നമുക്ക് റൈസ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നത്. നമ്മുടെ മന്തി ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വേവെല്ലാം നല്ല പാകമാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റൈസ് എല്ലാം യെല്ലോ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ കിട്ടുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിന് മുകളിലോട്ട് ആ ചിക്കൻ പീസൂടെ വെച്ച് നമുക്ക് അടച്ച് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. നല്ല അടിപൊളി മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്.